നിന്റെ ഗുരുവിനെ എന്നോട് കാണാറുള്ള സുഗുണ, എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലെന്നേ. അതെന്താ? അപ്പോ ഇങ്ങനെ കാണിച്ചേക്കാൻ കാര്യം ഉണ്ടാവില്ല, ഇന്നൊരു തുള്ളി തരില്ല. ആ രാജേന്ദ്ര, നാളെ നമുക്ക് ആ തീ വെഴുങ്ങണ ഐറ്റം കാണിക്കണം. പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവലയിൽ എന്താ ഉമ്മ ഇത്? മോശമല്ലേ ഇതൊക്കെ? എന്നോട് ചോദിച്ചു ചോദ്യം നിന്റെ കെട്ടിയോട് ചോദിച്ചു. എന്ത് അനക്കറിയാം മാധവൻകുട്ടിയെ? എനിക്ക് ചന്തം പാരാ വയസ്സായെന്ന് പറഞ്ഞേ മൂപ്പര് വേറെ പെണ്ണിട്ട് നടക്കുക. ആ ബ്രോക്കർ ഉണ്ടല്ലോ, മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്കുക. വിടോ മോനെ. ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാണ് നേരാണ് മോനെ. ഈ വയസ്സുകാലത്തെ മൂപ്പർക്ക് കാമഭ്രാന്ത് അടക്കി നടക്കുക. ഇതാരും മാധവൻകുട്ടിയാ? അല്ല, എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ? ഞാൻ വെറുതെ ചോദിച്ചാ. ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്താ കാര്യം? മോനെ, ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുപോകില്ലേ? എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ അനക്കറിയില്ലേ? നാണുണ്ടോ ഹാജാര ഈ പ്രായത്തില്? ഏടോ, എന്റെ വിഷമോ പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു 3 കെട്ടിയാൻ്റെ 4 കെട്ടിയാൻ്റെ കാസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ്. ഓരിടയിൽ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ്. അന്നാണോ പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരു ആനയും വാങ്ങിച്ചു, നാളെ ഒരു തടിമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് 4-5 കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിക്ക് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിരി പറയാ. ഓ, അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്തേ പറഞ്ഞു? ഹാജർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേ പിരാന്ത്? കള്ള സോറ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കും. ഇതൊക്കെ എത്ര വയസ്സായി? 10ാം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂട് സാറില്ല, ഞാൻ അഡ്ജസ്റ്റ്. എന്തിനാണ് പഠിച്ചോനെ എണ്ണം കെട്ടാന്ന് എഴുതി വെച്ചത്? ഒന്നിനെ കൊണ്ട് തന്നെ ഞാൻ ഇടങ്ങാറായിരിക്കും. ബോബി, എന്താ അമ്മി ഇപ്പൊ ടൈം എത്രയായി? 5:30. സ്കൂൾ എപ്പോ വിട്ടതാ? ഇതുവരെ എവിടെയായിരുന്നു നീ? മമ്മി, ഞാൻ ക്രിക്കറ്റ് കാണാൻ. പഠിക്കാൻ പറഞ്ഞ മടി. മാഷ് എത്ര നേരം വെയിറ്റ് ചെയ്യുന്ന നിനക്കറിയോ? ഇന്ന് ട്യൂഷനുള്ള കാര്യം നീ മറന്നുപോയോ? ഇനി ട്യൂഷൻ കഴിഞ്ഞിട്ട് മതി, ബാക്കിയല്ല. സോറി സർ. Sit down. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു മടുത്തു. വേറെ 4-5 സ്ഥലത്ത് ട്യൂഷനുള്ള ആളാ ഡിസൂസ. അങ്ങേര് 1.5 മണിക്കൂറെ കാത്തിരിക്കുന്നു. എന്നാ അവന് വല്ല ഭാവമാറ്റം ഉണ്ടോ? അതുമില്ല. എന്ന് കരുതി അവനെ ഉപദ്രവിക്കുകയാണോ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, അച്ചായൻ തന്നെ അവനെ അങ്ങ് പഠിപ്പിച്ചു. അത് കൊള്ളാം. ഞാനിനി എന്റെ ജോലികളെല്ലാം കളഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാനിരിക്കാം. ഇപ്പൊ തന്നെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 11 മണി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നു. നേരെ ചൊവ്വയെ ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും തോന്നുന്നു എല്ലാം നിർത്തി ഒന്ന് സ്വസ്ഥമായാലോ എന്ന്. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവനെ നാട്ടിൽ ഏതെങ്കിലും നല്ല സ്കൂളിലാക്കാമെന്ന്. എടീ, എന്റെയും നിന്റെയും വിദ്യാഭ്യാസ യോഗ്യത എത്രയാ?
സ്വന്തമായി ഒന്ന് പേരെഴുതി ഒപ്പിടാൻ പോലും കഴിയുമായിരുന്നു നിനക്ക്. അത് അച്ചായനും ഇല്ലല്ലോ. ആ അതാ പറഞ്ഞത്, ആ ഗതികേട് അവനുണ്ടാവരുതെന്ന്. ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ. അവന്റെ കാര്യത്തിൽ എന്നെക്കാളും ശ്രദ്ധ നിനക്കാ വേണ്ടത്. അവൻ എല്ലാത്തിനും ഒന്നാവനായ അതിന്റെ വിലയൊന്ന് വേറെയാ. അത് പണം കൊടുത്താ കിട്ടൂല മോളെ. ബീന, നീ ഇതുവരെ സ്കൂളിൽ പോയില്ലേ? ബസ് ഇതുവരെ വന്നില്ല പപ്പ. നീ ഒന്നും പഠിക്കുന്നില്ല, ഭയങ്കര ഉഴപ്പാണെന്നാണല്ലോ നിന്റെ മമ്മി പറഞ്ഞത്. എത്ര പേരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്നറിയോ? ദേ പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന ശർമാജി വിളിച്ചാ ഞാൻ മിനിസ്റ്റർ കണ്ടല്ല പറഞ്ഞിട്ടു. Bobby Courier, come here. What's this? You performed so bad. You have to bring your parents tomorrow. Yes, ma'am. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതെടുക്കരുതെന്ന്? ഒരു 100 കൂട്ടം പഠിക്കാനുള്ളതാ. ഇവിടെ വാ. മമ്മി പോരുത്. നാണമില്ലല്ലോ നിനക്ക്? നിന്റെ ക്ലാസ്സിലെ സൈമൺ എല്ലാത്തിനും ഒന്നാമനല്ലേ? ആ ക്യാപ്റ്റന്റെ മോള് ലക്ഷ്മി നിന്റെ ക്ലാസ്സിലല്ലേ? സ്കൂൾ ഫസ്റ്റ് ആണല്ലോ അവള്. ഏത് വിഷയത്തിൽ നിനക്ക് ട്യൂഷൻ ഇല്ലാത്തത്? എപ്പോ നോക്കിയാലും ഉണ്ട് ഒരു ക്രിക്കറ്റും ഒരു ഡ്രോയിങ്ങും. പപ്പ ഇങ്ങ് വരട്ടെ. പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന You have to bring your parents tomorrow. कितने? 2000। आज बहुत कम है। क्यों? साहब आज विदेशी लोग कम थे, यही नहीं 2-3 बच्चे भूखे थे, उन्हें मैंने पैसे दे दिए। दूसरी बार ऐसा किया मैं तुझे जिंदा नहीं छोड़ूंगा। जा।